ഞാനൊരു കാര്യം പറഞ്ഞാൽ സിസ്റ്റർ കേൾക്കൂ. എന്താ പറഞ്ഞോളൂ. ഇത് എങ്ങനെയുണ്ട് നമ്മുടെ പേഷ്യന്റ്? യു ആർ ഓൾ റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. എവറിത്തിങ് ഈസ് ഫൈൻ. ഇപ്പൊ ക്ഷീണമൊന്നും തോന്നില്ലല്ലോ? ഇല്ല. നിങ്ങൾ രാത്രി കൂടെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അനിയത്തി വീട്ടിൽ പോയോ മോളെ? ഇല്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. ഡ്യൂട്ടി റൂമിലുണ്ട്. അവന്റെ കളി ഇന്നലത്തോടെ തീർന്നിരിക്കുന്നു. ഇനി നമ്മൾ ആ ഗോൾ അടിക്കാൻ പോകുന്നത് എങ്ങനെയെന്നാ പറയാം. പക്ഷെ ഇത് തമാശയല്ല, വളരെ സൂക്ഷിക്കണം. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. സൂര്യൻ തിരുമേനി വന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അതുവരെ ഞങ്ങൾ പറയുന്ന ഒന്നനുസരിക്കണം. എന്നാ പോയിട്ട് രാവിലെ വരാം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. കമോൺ ബിഷ, ഇനി അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എൻ്റെ പൊന്ന് സിസ്റ്ററെ, ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാമോ? ഇതിൻ്റെ മണം കേട്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. മാറ്റരുതെന്ന് അവർ പറഞ്ഞിട്ട് പോയത്. എങ്ങാണ്ട് നിന്നും വന്നൊരു പള്ളിയിലച്ഛനും വേറൊരു പ്രാന്ത മനുഷ്യനും കൂടെയാണോ ഇവിടുത്തെ ചികിത്സ നടത്തുന്നത്? ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണ്. എന്നാലും പ്രായം ചെന്നവരല്ലേ എന്ന് കരുതിയാ. അതൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ട് വെക്കട്ടെ. എൻ്റെ മുറിയിൽ ഇതൊന്നും വേണ്ട. അതെടുത്ത് മാറ്റ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ശരി, ഞങ്ങൾക്ക് ഈ കുരിശിലൊന്നും വിശ്വാസമില്ല. അതും കൂടി എടുത്തങ്ങ് മാറ്റിക്കൂ. എന്നിട്ടാ ജനാല തുറന്നിടും. സ്വല്പം വായു കയറട്ടെ. അതൊന്നും ഇവിടെ വെക്കണ്ട. വല്ലാത്ത മണം. പുറത്തു കൊണ്ട് വെക്ക്. ചേച്ചിക്ക് കാപ്പി വല്ലതും വേണോ? വേണമെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയിട്ട് വരാം. ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളായിരുന്നു. വാങ്ങിയിട്ട് വരാം. Yeah.